ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ജയറാമിന്റെ വലിയൊരു തിരിച്ചുവരവ്, ജയറാമിന്റെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറയാം. ഹീസ് ബാക്ക്. ജയറാമേട്ടൻ ശക്തമായി തിരിച്ചുവരണം. കംബാക്ക് ആണ് ജയറാമേട്ടന്റെ. ആള് സ്മാർട്ട് ആണല്ലോ. സ്മാർട്ട് ആകാൻ. We are dead men walking. Devil's alternative. മിഥുൻ തോമസ് ഉഗ്രം സ്ക്രിപ്റ്റും ഡയറക്ഷനും ആണ്. താങ്ക് യു. ഒന്നും പറയാനില്ല. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. നീ എന്റെ അടുത്ത് വരാൻ എന്റെ ഇത്ര വൈകിയത്. ടെസ്റ്റിന്റെ ചാകരയാണ്. അഞ്ചാം പാതിരയുടെ വേറൊരു ലെവലായിട്ട് വരും. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോൾ ഒരു മാരക ഐറ്റം വരുന്നുണ്ട്. അപ്പൊ വന്താൻ തലവരവ. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. എനിക്ക് അവരുടെ വർത്തമാനം കേട്ടപ്പോൾ മനസ്സിലായി മമ്മൂക്കി ഉണ്ടാവും ഉറപ്പായിരുന്നു. പിന്നല്ലാതെ സത്യമാണോ? ഫസ്റ്റ് ഹാഫ് ജയറാം കൊണ്ടുപോയി, സെക്കൻഡ് ഹാഫ് മമ്മൂട്ടി. നീ കാരണം ഈ തെരുവിൽ എനിക്കൊരു പേരായി. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. അത്രക്ക് ഗംഭീരമായിട്ട് BGM ഒക്കെ കൂടിയിട്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ ജയറാമേട്ടന്റെ പെർഫോമൻസ് ആണ്. ഈ സെക്കൻഡ് ഹാഫ് സ്റ്റോറിയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തത്. അത് കേട്ടാ മതി. ഈ വർഷത്തെ ഒരു കിടു സർപ്രൈസ് തന്നെ പറയാൻ. അത് ഉറപ്പല്ലേ? ഗൂസ് ബംസ് മൂവ്മെന്റ്സ് ആണ്. അത് പറയാതിരിക്കാൻ കൈയടിച്ചു പോയി. ഈ ബുദ്ധിയെ കണ്ടത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കാണിച്ചു തരാം. മമ്മൂക്കെ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ സ്ഥിരം കാണുന്ന സെയിം പാറ്റേൺ അല്ല, ആവറേജ്. വാ, മനസ്സിലായി സാറേ. എന്നിപ്പോ ഇങ്ങനെ അങ്ങാട്ട് പാട്ട്. സെക്കൻഡ് പാർട്ടിന് ഒരു തിരി കൊളുത്തിട്ടുണ്ട് ലാസ്റ്റ്. വർഗിച്ച നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.